എന്താണ് ഇപ്പൊ നിങ്ങളുടെ ആവശ്യം? വെളുപ്പിന് 3:30 ഒരു ആനക്കൂട്ടം വന്ന് ഒരു വീട് എന്റെ കിണറിൽ വീഴുകയൊക്കെ ചെയ്തു. അപ്പൊ തൊട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ട് അവര് 6:30 എത്തിയ. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവരിത് അറിഞ്ഞപ്പോ തന്നെ വരാൻ നേരത്തെ തന്നെ വരികയും ചെയ്തു. ഞങ്ങള് ഒരു 4 മണി തൊട്ട് ഇവിടെ ഉണ്ട്. ആനക്കൂട്ടം എല്ലാം ഓടി, ഞങ്ങളെല്ലാം ഓടിച്ച് അവിടെ കുറെ പേര് വീഴൊക്കെ ചെയ്തു. കാലത്ത് പിള്ളേർക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് പോകണം ആളുകൾക്കും അതുപോലെ വിദ്യാർത്ഥികളെ ഇന്ന് സ്കൂളിൽ പരീക്ഷയുള്ള പല വിദ്യാർത്ഥികളുണ്ട്. ഇന്ന് ഇവിടുത്തെ പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം ഇവര് 10-27 ആനോടത്തോളം ഉണ്ട്. കഴിഞ്ഞ ദിവസം DF ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്ത ഇവരൊരു തിരിഞ്ഞു നോക്കിയല്ല. ഇപ്പൊ ഈ നിമിഷം വരെ ഇവര് വന്നില്ല. അതായത് ഈ കാട്ടാന നിരന്തരം വീണ് നിങ്ങൾ അറിയിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ല. ഞങ്ങളുടെ ജീവിത സ്വത്തിന് തീരുമാനത്തെ ഞങ്ങളുടെ മക്കളെ ജീവിക്കണം, അതിനുള്ള ഇതാണ് പ്രതിഷേധം. ഞങ്ങൾ ഇയാൾ വിളിക്കുക ഇതേ നേരം വരെ ഫോറസ്റ്റുകാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അവസാന നിമിഷമാണ് പോലെ 10 വർഷമായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നു. ഇനി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് രീതി മനസ്സിലായല്ലോ. നിങ്ങൾക്ക് തന്നെ ലൈവില് കാണാം ഫോറസ്റ്റുകാരെ എങ്ങനെ പെരുമാറുന്നു. ഈ രീതിയിലുള്ള എന്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ. ചേട്ടന്റെ വീട്ടിലാണ് ആന വീണത്. എന്റെ വീട്ടിൽ 10:30 ഇന്നലെ ഫോറസ്റ്റുകാരോട് പറഞ്ഞതാ. അപ്പൊ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താ സൂക്ഷിക്കാൻ? അവര് പറഞ്ഞത് ഇപ്പോഴാ. അപ്പൊ അവരുടെ പെരുമാറ്റം സാറിന് മനസ്സിലായല്ലോ. നിങ്ങൾ എപ്പോഴാണ് ഈ കുട്ടിയാന വീണത് അറിഞ്ഞത്? 3 മണിയായപ്പോ. ഫോറസ്റ്റുകാർ പറയാം അവിടെ വണ്ടിയില്ല എന്നാ ഫോറസ്റ്റുകാർ പറയുന്നേ. പക്ഷെ അവരിപ്പോ റോഡിൽ കൂടി എത്ര മുമ്പേ വണ്ടികൾ വന്നു. 2 വാച്ചർമാരെയും കൂടി വിടും. വാച്ചർമാർ ഇവിടെ വന്ന് 2 അരിവാൾ കൊണ്ട് വീഴ്ച ആന പോകൂല. ഞങ്ങൾ വടക്കം പൊട്ടി ചെയ്യുമ്പോ വാച്ചർമാരും ഫോറസ്റ്റുകാരും വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോകും. ഒരു വിറക് വെട്ടിയാൽ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോകും. ഇതിപ്പോ എന്ത് പരിഹാര മാർഗമാണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് ഇവിടെ ഈ റോഡിന്റെ സൈഡിലുള്ള സകല കാടും വെട്ടിക്കളയണം. ആന ഇറങ്ങിയാൽ ഞങ്ങൾക്ക് കാണാൻ പാകത്തിനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യം ചെയ്തു തരണം. ഞങ്ങൾ ഇവിടുന്ന് ഒരു വിറക് വെട്ടി അവർ പിടിച്ചുകൊണ്ടുപോകൂലേ? ഞങ്ങളിവിടെ പടക്കം പൊടിച്ച് ആനനെ ഓടിച്ച് അവർ പിടിച്ചുകൊണ്ടുപോകും. വാച്ചർമാര് 2 അട്ടപ്പട്ടിക്കാരാ. അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കല്ല. വണ്ടിയിലാണ് അവർക്ക് വണ്ടി ഇപ്പൊ എത്ര വണ്ടി അങ്ങനെ ഞങ്ങൾ കലാക്കിട്ട് പോകുന്നത് സംഭവിച്ചോ? ഇവര് 8 മാസമായിട്ട് വണ്ടിയിലാണ് 8 മാസമായിട്ട്. എന്നിട്ട് നോക്കി സാറ് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ഇന്ന് പരീക്ഷയുണ്ട്. മെയിൻ പരീക്ഷ എടുക്കണം. ആ പിള്ളേരുടെ പരീക്ഷ 3 വർഷം. കാരണം ഫോറസ്റ്റിൽ കൂപ്പർക്കടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ചുറ്റും പെൻസിലിംഗ് ഇട്ടേക്കാണ്. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒരു പഞ്ചായത്ത് മൊത്തം ആവുന്നിടത്തോളം സ്ഥലം മൊത്തം പെൻസിലിംഗ് ഇട്ടേക്കാണ്. ആനകൾക്ക് കാട്ടിൽ താമസിക്കാൻ പറ്റില്ല, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മളെ കാട്ടിൽ നിന്ന് കംപ്ലീറ്റ് നാട്ടിലേക്ക് ഇറങ്ങണേ. എങ്ങനെ ജീവിക്കും? നിങ്ങളുടെ ആവശ്യം ഇപ്പൊ ഇവിടെ ഫെൻസിംഗ് വേണമെന്നതാണോ? പെൻസിലിംഗ് ഇട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചുറ്റും പെൻസിലിംഗ് ഇടുക. ഈ കാട് റോഡിന് സൈഡ് എത്ര ആൾക്കാർ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്നത്, വെളുപ്പിന് ജോലിക്ക് പോകുന്നവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ കാട്ട് ഇവിടെ എങ്ങനെ പോകണം? ആ കിടക്കുന്ന ബസ്സാണോ 5:50 അവിടെ നിന്ന് മുളമുടിയിൽ സ്റ്റാർട്ട് ചെയ്ത ബസ്സാ. ആ വണ്ടിയിൽ ദൂരത്തിൽ പഠിക്കാൻ പോണ പിള്ളേർ ജോലിക്ക് പോണ ആളുകളുണ്ട്. ഈ വണ്ടിയിൽ വന്നവർക്ക് എന്താ സംരക്ഷണം? ഇവിടുന്ന് ഫസ്റ്റ് പോണ ബസ്സാണത്. റോഡ് സൈഡ് അവർ പെൻസിൽ ആ വണ്ടിയിൽ ദൂരത്തിൽ പഠിക്കാൻ പോണ പിള്ളേർ ജോലിക്ക് പോണ ആളുകളുണ്ട്.